In this video, we are going to discuss about branch accounting. So let us see what is the meaning of branch. Branch is an extension or subdivision of a large business. So for example, consider South Indian Bank. We can see the different branches in different localities. ഒരു പെർട്ടിക്കുലർ പ്ലേസിന് എടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് പല ബ്രാഞ്ചസ് അല്ലെങ്കിൽ പല എക്സ്റ്റൻഷൻസും നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ കാണാനായിട്ട് വരും. Likewise, there are many other branches or many other businesses that have extensions or subdivisions in different localities. And these subdivisions or extensions of a business is known as branch. And it is a chain of shops functioning in different localities under the control of head office. That is, each of these business units have a head office, and each of the branches of this business works under the control of the head office. Head office in the instructions, guidelines, and directions in the basis lana the entire activities of each branches happens. All branches in the activities അല്ലെങ്കിൽ അവർ പെർഫോം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്തിൻ്റെ ബേസിസിലാണ്? ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ഓർ അണ്ടർ ദ ഡയറക്ഷൻസ് ഓർ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡഡ് ബൈ ദ ഹെഡ് ഓഫീസ്. ഓക്കെ, next we are moving on to the need or objectives of branch accounting. Why we have to prepare a branch account? എന്തിനു വേണ്ടിയിട്ടാണ് ഹെഡ് ഓഫീസ് ബ്രാഞ്ച് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്? What is the need and what is the objectives for the same? Okay, so the first point is to ascertain the profit or loss of each branch. അതായത് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ഹെഡ് ഓഫീസിൻ്റെ മാത്രം പെർഫോമൻസിനെ വിലയിരുത്തി ആ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ദാറ്റ് ഈച്ച് ഓഫ് ദ ഹെഡ് ഓഫീസ് ഹാവ് ടു ടേക്ക് the financial transactions related with each of their branches in order to ascertain the profit or loss. ഓരോ ബ്രാഞ്ചിൻ്റെയും പ്രോഫിറ്റും ലോസും അനലൈസ് ചെയ്യുന്നത് വഴിയാണ് ആ എൻ്റയർ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് നെറ്റ് വർത്ത് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് നെറ്റ് ലോസ് ഒക്കെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇൻ ഓർഡർ ടു ascertain the profit or loss of each branch accounting is a needed thing for a head office. ഒരു ഹെഡ് ഓഫീസിന് ഏറ്റവും നീഡ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് the preparation of branch accounting. Second point, to ascertain the financial position of each branch. By analyzing the profit or loss of the business, it will be able to find out how far or how the business is growing. ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. What is the net worth of net business? What is the net value of assets and liabilities of the business? ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും? ബ്രാഞ്ച് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ടു ഹെൽപ്പ് ഇൻ കൺട്രോളിങ് ദ ബ്രാഞ്ചസ്, അതായത് ഓരോ ബ്രാഞ്ചസിനെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ദ ഹെഡ് ഓഫീസ് വിൽ ഏബിൾ ടു നോ വിച്ച് ബ്രാഞ്ച് ഹാവ് facing the losses or which branches have facing the difficulties or problems in moving on to the success or meeting their objectives. Okay, അപ്പോൾ അങ്ങനെ നമുക്ക് ഏതൊക്കെ ബിസിനസ് ബ്രാഞ്ചസ് അല്ലെങ്കിൽ ബിസിനസ് യൂണിറ്റ്സ് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതെന്ന് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ബൈ ദാറ്റ് ദ ഹെഡ് ഓഫീസ് ക്യാൻ ടേക്ക് കൺട്രോളിങ് മെഷേഴ്സ് ഇൻ ഓർഡർ ടു സോൾവ് ഓർ റെക്ടിഫൈ ദ പ്രോബ്ലംസ് ഇൻ ഈച്ച് ബ്രാഞ്ചസ്. അപ്പോൾ അങ്ങനെ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടെന്നുള്ളത് അനലൈസ് ചെയ്യാനും അവിടെ നല്ലൊരു കൺട്രോൾ മെക്കാനിസം കൊണ്ടുവരാനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ബ്രാഞ്ച് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ടു അസസ് ദ പ്രോഗ്രസ് ആൻഡ് പെർഫോമൻസ് ഓഫ് ഈച്ച് ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചിൻ്റെയും പെർഫോമൻസ്, അവരുടെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനെ ഇവാലുവേറ്റ് ചെയ്യുക, അവരുടെ പ്രോഗ്രസ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യുക, അവരുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യുക, ഓരോ എംപ്ലോയീസിൻ്റെയും പെർഫോമൻസ് അനലൈസ് ചെയ്യുക, അവരുടെ ഗ്രോത്ത് ഇവാലുവേറ്റ് ചെയ്യുക. ഇതൊക്കെ എന്ത് ഹെൽപ്പ് ചെയ്യും? ബ്രാഞ്ച് അക്കൗണ്ടിങ് വഴി ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, ടു ascertain the requirement of stock and cash for each branch. അതായത് ഓരോ ബ്രാഞ്ചിലും ഇപ്പോഴുള്ള കറണ്ട് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്താണ്, കറണ്ട് അസറ്റ്സിൻ്റെ വാല്യൂ എന്താണ്, ക്യാഷിൻ്റെ എമൗണ്ട് ബാലൻസ് എത്രയാണ്, അല്ലെങ്കിൽ ക്യാഷിൻ്റെ റിക്വയർമെൻറ്റ് എങ്ങനെയാണ്, എന്തെങ്കിലും ഇതിൻ്റെ യൂട്ടിലൈസേഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, to ascertain whether the branch should be expanded or closed. അതായത് കുറച്ചും കൂടി നമ്മൾ എക്സ്പാൻഡ് ചെയ്യണോ അല്ലെങ്കിൽ ലോസിലാണ് പോകണമെന്നുണ്ടെങ്കിൽ ദ ഹെഡ് ഓഫീസ് വിൽ ഡിറ്റർമൈൻ ടു ക്ലോസ് ദാറ്റ് പെർട്ടിക്കുലർ ബ്രാഞ്ച്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും കുറേ കാര്യങ്ങൾ, കുറേ ബിസിനസ് യൂണിറ്റ്സിൻ്റെ
എക്സ്പാൻഷനും ക്ലോസിങ്ങും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇവാലുവേഷനൊക്കെ നടക്കുന്നതിൻ്റെ ബേസിസിലാണ് ഈ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ക്ലോസിംഗ് ഒക്കെ നടക്കുന്നത്. സോ ദ ഹെഡ് ഓഫീസ് വിൽ നോട്ട് ഡിറ്റർമൈൻ ടു കണ്ടിന്യൂ എ ബ്രാഞ്ച് ടു വർക്ക് ഇൻ ലോസിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരു ബ്രാഞ്ചിനെയും ഹെഡ് ഓഫീസ് സമ്മതിക്കില്ല, അല്ലെങ്കിൽ ബിസിനസ് യൂണിറ്റ്സ് സമ്മതിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, ദേ വിൽ ഡിറ്റർമൈൻ ടു വൈൻഡ് അപ്പ് ദാറ്റ് branch or close that branch. അല്ലെങ്കിൽ if a branch is going in a profitable manner, they will determine to expand that business. Okay, so next point is to determine the quantity of stock held by each branch at the end of an accounting period. ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ എത്രമാത്രം സ്റ്റോക്ക് ഓരോ ബ്രാഞ്ചും ഹെൽഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് അവരുടെ കയ്യിലുണ്ടെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ടു അസർട്ടൈൻ വെദർ ദ branch is yielding a satisfactory rate of return on capital invested in it. ഓരോ ബ്രാഞ്ചിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അല്ലേ, ഓരോ കാര്യത്തിനും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ടറി റേറ്റ് ഓഫ് റിട്ടേണിൽ നമുക്ക് അതിൽ നിന്ന് ആ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നിന്ന് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അനലൈസ് ചെയ്യാം. And next point, to comply the audit requirements under section 228 of Companies Act 1956. അപ്പോൾ കമ്പനീസ് ആക്ട് 1956ലാണ് ഒരു കമ്പനി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വൈൻഡ് അപ്പ് ചെയ്യേണ്ടത്, അതിൻ്റെ ഇടയിൽ വരുന്ന ഒരുപാട് ലീഗൽ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സെക്ഷൻ 228 പറഞ്ഞിട്ടുള്ള ഓഡിറ്റ് റിക്വയർമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അനലൈസ് ചെയ്യുക. അതിനും നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ബ്രാഞ്ച് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ മെയിൻ നീഡ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ടിങ്. Moving on to the types of branches, there are mainly 3 types of branches. First one is dependent branch, second one is independent branch, and third one is foreign branch. So in this video we are going to discuss about dependent branch. So let us see its meaning. The branch which does not maintain a complete record of its transaction is said to be dependent branch. Dependent branch എന്ന് പറയുമ്പോൾ dependent, the word itself, it means that it is depending someone or something else. Okay, അപ്പോൾ കംപ്ലീറ്റ്ലി ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ബ്രാഞ്ചസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ നോട്ട് മെയിൻറ്റെയിനിങ് ദ കംപ്ലീറ്റ് റെക്കോർഡ്സ് ഓഫ് ദെയർ ട്രാൻസാക്ഷൻസ്. അവരുടെ എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും റെക്കോർഡിങ് ആരല്ല ചെയ്യുന്നത്, ബ്രാഞ്ച് അല്ല ചെയ്യുന്നത്. അതിൽ കുറേയൊക്കെ ആരായിരിക്കും, ഹെഡ് ഓഫീസ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. സോ ദാറ്റ് കൈൻഡ് ഓഫ് ബ്രാഞ്ചസ് ഇസ് നോൺ ആസ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് ആൻഡ് ഇറ്റ് സെൽസ് ഗുഡ്സ് വിച്ച് ഈസ് റിസീവ്ഡ് ഫ്രം ദ ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസാണ് ഇവർക്ക് സെയിൽ ചെയ്യാനുള്ള പ്രൊഡക്ട്സ് കൊടുക്കുന്നത്. ആ പ്രൊഡക്റ്റ് മാത്രമാണ് അല്ലെങ്കിൽ ആ സർവീസസ് മാത്രമാണ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് നിശ്ചയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സർവീസസും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഗുഡ്സും മാത്രമാണ് ഓരോ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിനും സെയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇറ്റ് ഹാസ് നോ പവർ ടു പർച്ചേസ് ഗുഡ്സ് ഫ്രം അതേഴ്സ്. ഹെഡ് ഓഫീസിൽ നിന്നല്ലാതെ വേറൊരു സ്ഥലത്തു നിന്നും ഗുഡ്സ് പർച്ചേസ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കില്ല, ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിന് ഇല്ല. ആൻഡ് ഇറ്റ് മീ സെൽ ഗുഡ്സ് ഫോർ ക്യാഷ് ഓർ ഫോർ ക്രെഡിറ്റ്. ക്യാഷ് ബേസിസിലോ ക്രെഡിറ്റ് ബേസിസിലോ എന്ത് കൊടുക്കാം, ഗുഡ്സ് സോൾഡ് ഔട്ട് ചെയ്യാം. And it works strictly according to the instructions of the head office. കംപ്ലീറ്റ് ആക്ടിവിറ്റീസും അല്ലെങ്കിൽ കംപ്ലീറ്റ് പെർഫോമൻസും ഡയറക്റ്റ് ചെയ്യുന്നതും അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതും എല്ലാം ആരാണ്, ഹെഡ് ഓഫീസാണ്. അപ്പോൾ സ്ട്രിക്റ്റ് കൺട്രോളിലാണ് ആര് പെർഫോം ചെയ്യുന്നത്, ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് പെർഫോം ചെയ്യുന്നത്. ആൻഡ് ദ ഹെഡ് ഓഫീസ് ഫുള്ളി മെയിൻറ്റെയിൻസ് ദ അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്. കംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസും റെക്കോർഡ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്, ഹെഡ് ഓഫീസസ് ആണ്. And all the transactions which take place between the head office and the branches are recorded in the books of head office. അതായത് ബ്രാഞ്ചസും ഹെഡ് ഓഫീസും തമ്മിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നതും അതിൻ്റെ ബേസിസിലുള്ള ഇവാലുവേഷൻ നടത്തുന്നതും എല്ലാതും ആരാണ്, ഹെഡ് ഓഫീസസ് ആണ്. ആൻഡ് ദ ബ്രാഞ്ച് മെയിൻറ്റെയിൻസ് ഓൺലി ദ ക്യാഷ് ബുക്ക് ആൻഡ് റെക്കോർഡ്സ് ഓഫ് ഇറ്റ്സ് ഡെപ്റ്റേഴ്സ്. അതായത് ഡയറക്റ്റ്ലി ബ്രാഞ്ചായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന രണ്ട് കാര്യങ്ങളാണ് ക്യാഷ് ബുക്കും അതേപോലെ തന്നെ ഡെറ്റേഴ്സും.
ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വരുന്നതും പോകുന്നതും അതിനുള്ള എല്ലാ ഡീറ്റെയിൽസും അത് ബ്രാഞ്ചിന് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അത് ഹെഡ് ഓഫീസിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ എല്ലാത്തിൻ്റെയും മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഹെഡ് ഓഫീസിൻ്റെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ്. അതുപോലെ തന്നെയാണ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കസ്റ്റമേഴ്സിന് നമ്മൾ ഗുഡ്സ് സോൾഡ് ഔട്ട് ചെയ്തതാവാം, അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് തരാനുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരുമായിട്ടുള്ള ഡീലിങ്സും ഡേ ടു ഡേ ഡെയിലി ക്യാഷ് ട്രാൻസാക്ഷൻസും എല്ലാതും റെക്കോർഡ് ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ അതിൻ്റെ അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് തന്നെയാണ്, ബ്രാഞ്ചസ് തന്നെയാണ്. ബാക്കിയുള്ള എല്ലാ അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹെഡ് ഓഫീസാണ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ടു the characteristics of dependent branch. The first point is they mainly sell goods supplied by the head office. That is, dependent branches sold goods which is supplied by head office. They have no permission to purchase goods from others. ഹെഡ് ഓഫീസിൽ നിന്നല്ലാതെ വേറൊരു സ്ഥലത്തു നിന്നും ഗുഡ്സ് പർച്ചേസ് ചെയ്യാനുള്ള റൈറ്റ് അവർക്കില്ല. അതുകൊണ്ട് തന്നെ ദേ ഹാവ് ദ പെർമിഷൻ ഓൺലി ടു സെൽ ദ ഗുഡ്സ് വിച്ച് ഈസ് സപ്ലൈഡ് ബൈ ദ head office. Second point, they sell goods for cash. They sell goods on credit only if they are authorized to do so. That is, we have already mentioned in the meaning of dependent branch that they can sell goods either on cash or on a credit basis. So if the head office permit a branch to sell goods on credit, they can do it. Otherwise they can only sell the goods on cash basis. അതായത് കമ്പനിയുടെ ഹെഡ് ഓഫീസ് പെർമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഓരോ ബ്രാഞ്ചിനും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ ഗുഡ്സ് അല്ലെങ്കിൽ അവർക്ക് സോൾഡ് ഔട്ട് ചെയ്യാൻ തന്നിരിക്കുന്ന ഗുഡ്സിന് ക്രെഡിറ്റ് ബേസിസിൽ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ പെർമിഷൻസ് ഇല്ല, അല്ലെങ്കിൽ ഓതറൈസേഷൻ അതോറിറ്റി അവർക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൺലി ക്യാഷ് ബേസിസിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ് ബ്രാഞ്ചസിന് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് പോയിന്റ്, ക്യാഷ് കളക്റ്റഡ് ഐദർ remitted daily to the head office or deposited in the head office account in a local bank. ഓരോ ദിവസം കിട്ടുന്ന ക്യാഷ്, ഓരോ ദിവസം കളക്ട് ചെയ്യുന്ന ക്യാഷ് അവരെന്ത് ചെയ്യണം, ഒന്നില്ലെങ്കിൽ ഡെയിലി ഹെഡ് ഓഫീസിലേക്ക് റെമിറ്റ് ചെയ്യണം, അതർവൈസ് ഹെഡ് ഓഫീസിൻ്റെ പേരിൽ ഒരു ലോക്കൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ചേർന്നിട്ട് അതിനകത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. Third, next point, all major expenses are paid directly by the head office. However, the petty cash expenses are met by the branch manager. അതായത് എല്ലാ പേയ്മെൻറ്റ്സും, അതായത് ബ്രാഞ്ച് കൊടുക്കേണ്ടതായിട്ടുള്ള പേയ്മെൻറ്റ്സും ഒക്കെ ഡയറക്റ്റ്ലി പേ ചെയ്യണത് ആരാണ്, ഹെഡ് ഓഫീസാണ്. അതിന് പുറമെ പെറ്റി എക്സ്പെൻസസ്, ചെറിയ ചെറിയ എക്സ്പെൻസുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണതും അല്ലെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റൊക്കെ നടത്തുന്നത് ആ പെർട്ടിക്കുലർ ബ്രാഞ്ചിൻ്റെ മാനേജർ ആയിരിക്കും. Next point, for meeting the petty cash expense, the branch manager is given cash. അതായത് പെറ്റി എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു എമൗണ്ട് ആർക്ക് കൊടുത്തിട്ടുണ്ടാവും, ബ്രാഞ്ചിലേക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ നിന്നാണ് ബ്രാഞ്ച് മാനേജർ പെറ്റി എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, they do not maintain accounts. They maintain some memorandum records such as cash book, stock register, sales book, debtors account, etc. അതായത് ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അക്കൗണ്ട്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണത് ആര് തന്നെയാണ്, ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് ആണ്. വലിയ വലിയ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ഗൗരവമുള്ള കാര്യങ്ങളെല്ലാതും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്, head office of the branch. Okay, അപ്പോൾ examples of accounts that is maintained by branches are cash book, stock register, sales book, debtors account, etc. At the end of each month or an accounting period, they have to give a summarized or audit report of this particular accounts to the head office. ഓരോ ഇയർ എൻഡിങ്ങിലും അല്ലെങ്കിൽ ഒരു മന്ത്ലി ബേസിസിലോ അല്ലെങ്കിൽ വീക്ക്ലി ബേസിസിലോ ഇങ്ങനെയാണ് ഹെഡ് ഓഫീസ് ഡയറക്റ്റ് ചെയ്യുന്നത്. ആ രീതിയിൽ അക്കൗണ്ട്സിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ ഓഡിറ്റ് റിപ്പോർട്ട്സും കാര്യങ്ങളെല്ലാതും ആർക്ക് ഫോർവേഡ് ചെയ്യണം, ഹെഡ് ഓഫീസിന് ഫോർവേഡ് ചെയ്യണം. സോ ദീസ് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്. So let us see what all are the methods of maintaining accounts in a dependent branch. Okay, so mainly there are 4 methods to maintain accounts in a dependent branch. The first one is debtor system, second one is stock and debtor system, third one final account system, and last one wholesale branch system. Okay, അപ്പോൾ ഈ 4 മെത്തേഡ്സ് ആണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിലെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ളത്. സോ we are discussing now the debtors system. So its purpose is to certain profit or loss made by each branch. So by debtor system,
the branch accounts are prepared in order to ascertain the profit or loss made by each branch. So after preparing the accounts for a particular branch, at the end of an year or an end of an accounting period, they will be able to ascertain the value of profit or value of loss suffered by a business or a branch. Second point, branch account is the combination of trading and profit and loss account and balance sheet of the branch. ഒരു ബ്രാഞ്ചിൻ്റെ നമ്മളൊരു ബിസിനസ് യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പ്രോഫിറ്റ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മറൈസ്ഡ് ഫോമാണ് ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ വൈൽ we are analyzing a branch account, we will be able to know all the items that comes in trading account, profit and loss account and balance sheet. ഈ 3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഈ 2 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലും വരുന്ന കാര്യങ്ങളല്ലാതെ നമുക്ക് ഒരു സിംഗിൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. A branch is assumed to be a debtor of head office. കാരണം എന്താണ്? ഹെഡ് ഓഫീസാണ് ക്യാഷ് കൊടുക്കുന്നത്, ഹെഡ് ഓഫീസാണ് ഗുഡ്സ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ ഡയറക്ഷൻസും പ്രൊവൈഡ് ചെയ്യുന്നത് ഹെഡ് ഓഫീസിനാണ്. അതുപോലെ തന്നെ ദ ബ്രാഞ്ച് നീഡ് ടു റെമിറ്റ് ദ ഡേ ടു ഡേ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഓർ ക്യാഷ് ഓൺ എ ഡെയിലി ബേസിസ് ടു head office, either on to the head office or to the local bank in the name of head office. അപ്പോൾ ഓരോ ദിവസത്തെയും ക്യാഷ് എന്ത് ചെയ്യണം? ഹെഡ് ഓഫീസിലേക്ക് റെമിറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് head office, each of the branch is considered as a debtor, and from the point of view of branch, each of the head office is considered as a credit. Next point, the head office records only the transaction that take place between itself and its branches. Branchesum അതുപോലെ തന്നെ ഹെഡ് ഓഫീസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ട്രാൻസാക്ഷൻസ് ആണ് ഹെഡ് ഓഫീസ് റെക്കോർഡ് ചെയ്യുള്ളൂ. മറ്റ് പെറ്റി ക്യാഷ് എക്സ്പെൻസസും സ്റ്റോക്കും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ബ്രാഞ്ച് അക്കൗണ്ട്സ് തന്നെയാണ്. It also shows the balance of assets and liabilities of the branch. ഓരോ ബ്രാഞ്ചിൻ്റെയും ബാലൻസ് എന്താണ്, ലയബിലിറ്റീസ് എന്താണ്, അസറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഹെഡ് ഓഫീസ് മീൻസ് സെൻഡ് ഗുഡ്സ് ടു ബ്രാഞ്ച് എയ്തർ അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ അറ്റ് സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് മീൻസ് നോ പ്രോഫിറ്റ് മാർജിൻ ഈസ് ആഡഡ് വിത്ത് ദ പ്രൈസ്. അതായത് നമ്മൾ ഡയറക്റ്റ്ലി ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ദ പ്രൈസ് അറ്റ് വിച്ച് ദേ ഗേവ് ദ പ്രൊഡക്റ്റ് ഈസ് കോൾഡ് കോസ്റ്റ് പ്രൈസ്. അവർ നമുക്ക് ഡയറക്റ്റ്ലി തരുമ്പോൾ എത്ര പ്രൈസിനാണോ വാങ്ങിക്കുന്നത് അതാണ് എന്തെന്ന് പറയുന്നത്, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്രോഫിറ്റ് ഈസ് നോട്ട് ആഡഡ് വിത്ത് ദാറ്റ്. ഓക്കെ, ഇനി സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മളൊരു ഷോപ്പിൽ നിന്ന് ആ സെയിം പ്രൊഡക്റ്റ് എൻ്റെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എന്തായാലും മാനുഫാക്ചേഴ്സിൽ നിന്ന് വാങ്ങിച്ച പ്രൈസിനേക്കാളും കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് ദേ വിൽ ആഡ് സം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ടു ദാറ്റ്. ആ കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ കുറച്ച് പ്രോഫിറ്റിൻ്റെ എമൗണ്ടും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും തരുന്നത്. Say for example, if we are buying a product from manufacturer, we will get that product for ₹100, and the same product which we will purchase from his shop we will get for ₹110. That means that 10 rupees is considered as a പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഏത് പ്രൈസിനാണ് കിട്ടുന്നത്? അതിനെയാണ് സെല്ലിംഗ് പ്രൈസ് അഥവാ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത്. ദ കോസ്റ്റ് അറ്റ് വിച്ച് വി ബൈ ദ പ്രൊഡക്റ്റ് ഓർ പ്രൈസ് അറ്റ് വിച്ച് വി ബൈ ദ പ്രൊഡക്റ്റ് ഫ്രം ദ മാനുഫാക്ചേഴ്സ് ഇസ് കോൾഡ് കോസ്റ്റ് പ്രൈസ്. ഓക്കെ, അതാണ് ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. സോ സംടൈംസ് ദ ഹെഡ് ഓഫീസ് വിൽ ഗീവ് or will send the goods to the branch either at cost price, means it is not including the profit margin or amount of profit, or sometimes at a selling price. So basically in debtor system we follows cost price method as well as സെല്ലിംഗ് പ്രൈസ് മെത്തേഡ് ഓർ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ്. അങ്ങനെ 2 മെത്തേഡ്സ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് വീഡിയോയിലാണ് കോസ്റ്റ് പ്രൈസ് ബേസിസിലുള്ള ജേർണൽ എൻട്രീസും ഒരു പ്രോബ്ലമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ തിയറി പാർട്ടാണ്, ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. സോ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബേസിക്കലി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ആ വീഡിയോയും കൂടി കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓൾറെഡി ഞാൻ
എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രിപ്പയർ ചെയ്തതാണ് ആ വീഡിയോ. അപ്പോൾ അതിനകത്ത് ജേർണൽ എൻട്രീസും അതേപോലെ തന്നെ ഒരു പ്രോബ്ലം മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ടുള്ള തിയറി അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. സോ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.